ഇന്നലെ വരെ സ്വന്തം വീടിനകത്ത് തളയ്ക്കപ്പെട്ടവളാ മഹാലക്ഷ്മി. എന്നെ പോലെ ഒരാളെ കല്യാണം കഴിച്ച് ത്യാഗം ചെയ്യേണ്ടി വന്നു. ഇയാളെ ആരെങ്കിലും കൊച്ചാക്കാൻ നോക്കിയാൽ അവർക്ക് അതുപോലെ തന്നെ തക്കതായ മറുപടി കൊടുത്തിരിക്കും. അതിപ്പോ ആർക്ക് എന്ത് തോന്നിയാലും ശരി. വാ. കണ്ണേ കലമാനെ കന്നിമയിലെന്ന കണ്ടേനു നാനൻ ലല്ലലല ലല്ലല ലലലല ആരൊക്കെയായി വന്നിരിക്കുന്നേ? വിരുന്നിന് വരുന്നില്ലല്ലോ വരുന്നില്ലോ എന്ന് ഇവള് പറഞ്ഞോണ്ടിരിക്കുക. അതെ, ഇവളെ മനസ്സിലായില്ലേ? മേഘന്റെ അനിയത്തിയോ സ്വാതി? ആ, ഞാൻ കല്യാണത്തിന്റെ അന്ന് കണ്ടതാണല്ലോ. സ്വാതി പഠിക്കുവാണോ? ഹേയ് അല്ലല്ല, ഇപ്പൊ ഒരു ജോലിയുണ്ട്. പെണ്ണ് കാണാൻ വരുന്ന പയ്യന്മാർക്ക് മുമ്പിൽ ചായയായിട്ട് നിൽക്കുന്ന ജോലി. ആഴ്ചയിൽ ഒരാൾ വെച്ച് വരുന്നുണ്ടല്ലേ അമ്മായി? അയ്യോ അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്കും മുറയ്ക്കൊക്കെ വരുന്നുണ്ട്. അല്ല, മേഘൻ ഇവിടെ? അവനകത്തുണ്ട്. നിങ്ങൾ കയറി വാ. വാ വാ വാ. മേഘ, 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 മേഘ ഒന്ന് വന്നേ.
എന്താടാ ഇത്? നീ താടിയെടുക്കാൻ തീരുമാനിച്ചോ? അല്ല അമ്മേ, ഈ സൈഡൊക്കെ ഒന്ന് ചെത്തിക്കളയണം. നിങ്ങളിരിക്കെ. ഇപ്പൊ വരാം വരാം. അല്ല, അവൻ രാവിലെ കുളിച്ചിട്ട് എങ്ങോട്ടോ പോവാൻ നിൽക്കായിരുന്നല്ലോ. പിന്നെന്താ പെട്ടെന്ന് ഷേവ് ചെയ്യണമെന്ന് തോന്നിയത്? അവന്റെ കാര്യങ്ങളൊക്കെ അങ്ങനല്ലേ മായി. മറവി രോഗം ഉള്ളതുകൊണ്ട് പുറത്തിറങ്ങിയപ്പോഴായിരിക്കും ഷേവ് ചെയ്യണമെന്ന് ആര്യ ആലോചിച്ചത്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.